ഹലോ മക്കളെ, 8th CBSE നമ്മൾ അതിഗംഭീരമായിട്ട് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഒരു അക്കാദമിക് ഇയർ മുഴുവനും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ സൈലത്തിലെ ഓരോ ഫാക്കൽറ്റീസും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു നിങ്ങളെ പഠിപ്പിക്കാനായിട്ട്. ഇനി നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയുന്നത് 9th CBSE ആണ്. 9th CBSE ഇമ്പോർട്ടൻ്റ് ആണോ? 9th CBSE വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മറ്റൊന്നുമല്ല, 10th CBSE നിങ്ങൾ ആദ്യമായിട്ടൊരു ബോർഡ് എക്സാമിനേഷൻ നേരിടാൻ പോകുന്നത് 10th CBSE ആണ്. സോ ഈ 10th CBSEയിലെ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ പക്ക ബേസിക്സ് നമ്മൾ പഠിക്കുന്നത് 9th CBSEയിലാണ്. 9th ഈ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ബേസ് നമ്മൾ നേടിയെടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ മാത്സിൽ നോക്കുകയാണെങ്കിൽ പോളിനോമിയൽസ് എന്ന ചാപ്റ്റർ 9th CBSEയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേ ചാപ്റ്റർ തന്നെ 10th നിങ്ങൾക്ക് കാണാൻ പറ്റും. സർഫസ് ഏരിയസ് ആൻഡ് വോളിയൂംസ് സെയിം ചാപ്റ്റർ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ട്രയാങ്കിൾസ് സെയിം ചാപ്റ്റർ തന്നെ 2 ക്ലാസ്സിലും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ സയൻസ് ആയിക്കോട്ടെ, സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിലും 10th നമുക്ക് പഠിക്കാനുള്ളതിൻ്റെ പക്ക ബേസ് വരുന്നത് 9th. ചുരുക്കി പറഞ്ഞാൽ 9th കൃത്യമായിട്ടുള്ള മാർക്കില്ലെങ്കിൽ, കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ 10th CBSE പാസ്സാവുക എന്നത് ഒരു വലിയ കടമ്പയായിട്ട് നിങ്ങളുടെ മുന്നിൽ ബാക്കിയായി പോകും. സോ 9th കൃത്യമായിട്ട് നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. സോ മക്കളെ, 9th CBSEയിൽ നിങ്ങൾക്ക് നല്ല സ്കോർ നേടാൻ വേണ്ടിയിട്ട് സൈലം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഓൺലൈൻ ട്യൂഷൻ ക്ലാസ് ആണ് നിഞ്ച ബാച്ച്. നിഞ്ച ബാച്ചിൽ ഡെയിലി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. സോഷ്യൽ സയൻസ്, മാത്സ്, ലാംഗ്വേജസ്, ഇതിലൊക്കെ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. മാത്തമാറ്റിക്സിലാണെങ്കിൽ ഞാനായിരിക്കും മാത്തമാറ്റിക്സ് എടുക്കാനുണ്ടാവുക. ഞാൻ പറയുന്ന മക്കളെ, NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ പ്രോബ്ലംസും, മുഴുവൻ പ്രോബ്ലംസും നിങ്ങളെ പഠിപ്പിച്ചു തരും. അതുകൂടാതെ എക്സ്ട്രാ പ്രോബ്ലംസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അതോടൊപ്പം തന്നെ എല്ലാ സബ്ജക്റ്റിലും ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എക്സാംസ് ഉണ്ടാവും, മോഡൽ എക്സാംസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ആനുവൽ എക്സാംസ് ഉണ്ടാവും. സൈലം നടത്തുന്ന ഹാഫ് ഇയർലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി എല്ലാ എക്സാംസും തന്നെ നിങ്ങൾക്കുണ്ടാവും. ഡൗട്ട് ക്ലിയറൻസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതേപോലെ ഓരോ ക്ലാസ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ സ്ലൈഡ്സും നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതോടൊപ്പം സപ്പോസ് ഒരു ക്ലാസ് നമ്മളോട് മിസ്സായിപ്പോയി, ഒരു ക്ലാസ് കുട്ടിക്ക് ഇപ്പം പനിയായിരുന്നു, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ക്ലാസ് മിസ്സായിപ്പോയി, എന്ത് ചെയ്യും? ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ നമുക്കത് ക്ലാസ് പിന്നെ കിട്ടത്തില്ല അല്ലേ? എന്നാൽ നിഞ്ച ബാച്ചിൽ നമുക്കൊരു ക്ലാസ് മിസ്സായി പോയാൽ ആ ക്ലാസ് അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ എപ്പോഴാണോ കുട്ടി ഫ്രീ ആവുന്നത്, അല്ലെങ്കിൽ കുട്ടി എപ്പോഴാണോ ഒരു ഫ്രീ ടൈം കിട്ടുന്നത്, ആ സമയത്ത് കുട്ടിക്ക് പോയിട്ട് ആ ക്ലാസ് കാണാവുന്നതേ ഉള്ളൂ. റിവിഷൻ ക്ലാസ്സസ് ഉണ്ടാവും. സബ്ജക്റ്റ് നമ്മൾ ഓൾമോസ്റ്റ് ഡിസംബർ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ഫുൾ സിലബസ് നമ്മൾ കവർ ചെയ്ത് കഴിയും. പിന്നെ നമുക്ക് റിവിഷൻ്റെ സമയമാണ്. കൃത്യമായിട്ട് ഓരോ ചാപ്റ്റർ വൈസ് റിവിഷൻ നമുക്കുണ്ടാവും. സോ മക്കളെ, ഇത്രയും ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് മുഴുവനായിട്ട് ലഭിക്കുന്നത് വെറും 2,999 ആണ്. ക്ലാസ്സുകൾ നമ്മൾ ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. സോ ഇനിയും അഡ്മിഷൻ എടുക്കാത്തവരുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.